ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറയുവാൻ, പുതിയൊരു പെന്തക്കോസ്ത അനുഭവത്തിലേക്ക് നടന്നെടുക്കുവാൻ ഒരുങ്ങുന്ന ഈ ഒരു കാലഘട്ടത്തിൻ്റെ നടുവിൽ വിശ്വാസം എന്ന പുണ്യമുണ്ടാകി നമ്മുടെ ജീവിതത്തിൽ ഒരു വളർച്ചയുണ്ടാകുവാൻ ഇന്നത്തെ ദിവസം പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. ഒരു അന്ധതയെ മാറ്റി, അതായത് ആത്മീയ അന്ധതയെ എടുത്തു മാറ്റി, ഒരു സത്യത്തെ കൂട്ടിമുട്ടി നമ്മുടെ ആത്മീയ ജീവിതം ഒരു പടി കൂടി അഭിഷേകത്തിലൂടെ മുന്നോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുവാൻ നമുക്ക് പ്രാർത്ഥനയോടെ ഒരുമിച്ച് ദൈവസന്നിധിയിലേക്ക് കടന്നു വരാം. ബൈബിൾ എടുത്താൽ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിലും മർക്കോസ് എഴുതിയ സുവിശേഷത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും നമ്മൾ കാണുന്ന, കോമണായി നമ്മൾ കാണുന്ന ഒരു നിലവിളിയാണ് ദാവീദിൻ്റെ പുത്ര എന്നിൽ കനിയണമേ എന്ന ഒരു നിലവിളി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ധനായ ഒരു വ്യക്തിയുടെ നിലവിളി. എന്നാൽ ബർത്തീമേയൂസ് എന്ന് പറയുന്ന ഒരു പേര് നമുക്ക് അവിടെ കാണുവാൻ പറ്റും. എന്നാൽ അതൊരു വ്യക്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ അന്ധന്മാരായ ഒന്നോ രണ്ടോ പേരെക്കുറിച്ചോ മാത്രമോ അല്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ പറയുക. ആത്മീയമായ അന്ധതയിലൂടെ കടന്നു പോകുന്ന സകല മാനവ രാശിയോടും കൂടിയുള്ള ഒരു സാധ്യതയാണ്. എന്ന് വെച്ചാൽ ആത്മീയമായ അന്ധത ബാധിച്ച സകല മാനവരാശിയോടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യേശുക്രിസ്തുവിൻ്റെ ഈ ഒരു ചോദ്യത്തിലൂടെ നമ്മളോട് സംസാരിക്കുകയാണ്. ദാവീദിൻ്റെ പുത്ര എന്നിൽ കനിയണമേ എന്ന് ഈ നിലവിളി കേൾക്കുമ്പോൾ യേശു തിരിഞ്ഞു നിന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്ത് തരണം? എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ചോദ്യത്തിന് മറുപടിയായി ഈ അന്ധൻ എന്താണ് മറുപടി കൊടുത്തത്? കർത്താവേ, എനിക്ക് കാഴ്ച തിരിച്ചു കിട്ടണം. ഇവിടെ ഒരൊറ്റ കാര്യം വളരെ വ്യക്തമായി അന്ധനായ വ്യക്തി പറയുകയാണ്, കർത്താവേ, എനിക്ക് കാഴ്ച തിരിച്ച് കിട്ടണം. എന്ന് വെച്ചാൽ യേശു ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? വളരെ സ്പെസിഫൈ ചെയ്ത് അന്ധനായ വ്യക്തി ആ ഒരു ചോദ്യത്തിന് ഉത്തരം കൊടുത്തു, എനിക്ക് കാഴ്ച തിരിച്ച് കിട്ടണം. അപ്പം ആ വ്യക്തിക്ക് നേരത്തെ കാഴ്ച ഉണ്ടായിരുന്നതായി ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ കാഴ്ച തിരിച്ചു കിട്ടണമെന്ന് ആവശ്യപ്പെടുകയാണ്. അപ്പം നഷ്ടമായത് തിരിച്ചു കിട്ടുവാൻ ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. അപ്പം കാഴ്ചയുള്ളവർ എന്ന് കാഴ്ചയില്ലാത്തവരെ പോലെ കടന്നു പോകുന്ന ഈ ഒരു സാഹചര്യത്തിൻ്റെ നടുവിൽ എനിക്ക് കാഴ്ച തിരിച്ചു കിട്ടണമെന്ന് ഒരു അന്ധനായ വ്യക്തി യേശുവിനോട് ചോദിക്കുമ്പം, ദാവീദിൻ്റെ പുത്ര എന്നിൽ കരുണ തോന്നണമേ, എനിക്ക് കാഴ്ച തിരിച്ചു കിട്ടണം എന്ന ആവശ്യവുമായി നിലവിളിച്ചപ്പോൾ യേശുക്രിസ്തു ഇങ്ങനെ പറയുകയാണ്, നിനക്ക് കാഴ്ചയുണ്ടാകട്ടെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. എന്നിട്ട് ഇങ്ങനെയാണ് ബൈബിൾ പിന്നീട് നമ്മളോട് പറയുക, ആ അന്ധനായ വ്യക്തിക്ക് തൽക്ഷണം കാഴ്ച തിരിച്ചു കിട്ടി. എന്ന് വെച്ചാൽ ഒരു ഫിസിക്കലി കാഴ്ചയില്ലാത്ത വ്യക്തി, പക്ഷെ അവൻ ആത്മീയമായി സ്പിരിച്വലി അവന് കാഴ്ചയുണ്ടായിരുന്നത് കൊണ്ടാണ് യേശുക്രിസ്തു അതുവഴി നടന്ന് പോയപ്പോൾ അവൻ തൻ്റെ ഒരു അകത്തെ കണ്ണുകൊണ്ട് അത് തിരിച്ചറിഞ്ഞിട്ടാണ് ദാവീദിൻ്റെ പുത്ര എന്ന് വിളിക്കുക. അപ്പം നിങ്ങൾ ഓർക്കുക, കാഴ്ചയാലല്ല, വിശ്വാസത്താലാണ് ആ വിളി അവിടെ കടന്നു വന്നത്. അതായത് അനുഗ്രഹത്തിന് കാരണമായത് ആ അന്ധനായ വ്യക്തിയുടെ വിശ്വാസമാണ്. ഇന്ന് നമ്മൾ ഒരു ആത്മീയ അന്ധതയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ, യേശു ആരെന്ന് തിരിച്ചറിയാനാവാത്ത വിധം നമ്മുടെ കണ്ണുകൾ അടയ്ക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, വിശ്വാസമെന്ന പുണ്യത്തിലൂടെ മാത്രമേ നമുക്ക് യേശുക്രിസ്തുവിനെ നമുക്ക് കൂട്ടിമുട്ടുവാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് നമുക്കിന്ന് വിശ്വാസത്തിൻ്റെ ഒരു അനുഗ്രഹം പ്രാപിക്കുവാൻ, അല്ലെങ്കിൽ കാഴ്ച പ്രാപിക്കുവാൻ നമുക്കും ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സെന്റ് പോൾ 2 കൊരിന്ത്യൻസ് 5:7 ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ നയിക്കപ്പെടുന്നത് കാഴ്ചയാലല്ല വിശ്വാസത്താലാണ് എന്ന് വിളിച്ചു പറയുമ്പോൾ, വിശ്വാസത്താൽ നമ്മുടെ ആത്മീയ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ നമുക്കൊരുമിച്ച് മുന്നോട്ട് പോകാം. കാരണം ഈ വിശ്വാസമെന്ന് പറയുക കേൾവിയിൽ നിന്നും മാത്രമാണ്.
കേൾവി ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ് എന്ന് റോമാലേഖനം 10:17 നമ്മുടെ മുമ്പിൽ പറയുന്നു. വിശ്വാസം കേൾവിയിൽ നിന്നാണ്, ആ കേൾവി യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ് എന്ന് വചനം വ്യക്തമാക്കുമ്പോൾ അന്ധരായ വ്യക്തികൾക്ക് കാണാൻ കഴിഞ്ഞില്ല, പക്ഷേ അവർക്ക് കേൾക്കുവാൻ സാധിച്ചു. നസ്രായനായ യേശുക്രിസ്തു കടന്നു പോകുന്നു എന്നത് അവർക്ക് തിരിച്ചറിയാൻ പറ്റി. അവരുടെ ഉൾക്കണ്ണിൽ അവർ തിരിച്ചറിഞ്ഞു. യേശുക്രിസ്തുവിനെ അവർ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് ദാവീദിൻ്റെ പുത്ര, ഞങ്ങളിൽ കനിയണമേ എന്ന് പറയുകയാണ്. ഇവിടെ വിശ്വാസം എന്താ പറയുന്നത്, ആവശ്യത്തിൻ്റെ ഒരു 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 എന്താ പറയുക, ഒരു ഡീപ്പസ്റ്റ് മൊമെൻറ്റിൽ അവന് കാഴ്ച തിരിച്ചു കിട്ടിയേ മതിയാകൂ. അവിടെ വിളിച്ചു പറഞ്ഞു, സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു, എനിക്ക് കാഴ്ച തിരിച്ചു കിട്ടണം. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, യോഹന്നാൻ്റെ സുവിശേഷം 9-ാമത്തെ അധ്യായത്തിൽ ഒരു അന്ധന് കാഴ്ച കൊടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ അതിൻ്റെ അവസാനം ആത്മീയമായ അന്ധതയെക്കുറിച്ചാണ് യേശുക്രിസ്തു പഠിപ്പിക്കുക. കാരണം ആത്മീയമായ അന്ധതയിലൂടെയാണ് ഇന്ന് ഈ ജനം കടന്നു പോകുന്നത് എന്ന് തിരിച്ചറിഞ്ഞ യേശുക്രിസ്തു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. തൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ വിശ്വാസം കണ്ടെത്തുമോ? മനുഷ്യപുത്രൻ തിരികെ വരുമ്പോൾ ഇവിടെ വിശ്വാസം കണ്ടെത്തുമോ എന്നൊരു ചോദ്യം ചോദിക്കുവാൻ കാരണം, ഇന്ന് അന്ധരാണ് നമ്മളെ നയിക്കുന്നതെന്ന് പോലെ അന്ധരെ നയിക്കുന്ന ഒരു അന്ധരായി നമ്മൾ മാറരുത്. മത്തായിയുടെ സുവിശേഷം 15:14 അങ്ങനെയാണ് പറയുക, അന്ധരെ നയിക്കുന്ന അന്ധരായി നമ്മൾ മാറരുത്. അതുകൊണ്ട് ഈ കാത്തിരിപ്പിൻ്റെ സമയത്ത് നമ്മുടെ വിശ്വാസ ജീവിതത്തിന് എന്തു പറ്റി എന്ന ചോദ്യം നമ്മുടെ ഉള്ളിലുണ്ടാകണം. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം നമ്മളിൽ കുറയുന്നുണ്ടോ? അല്ലെങ്കിൽ വചനത്തോടുള്ള എൻ്റെ സമീപനത്തിൽ, എൻ്റെ വിശുദ്ധ കുർബാനയോടുള്ള എൻ്റെ സമീപനത്തിൽ എനിക്ക് പഴയതുപോലെ ഒരു തീഷ്ണതയിൽ എനിക്ക് വളരുവാൻ അല്ലെങ്കിൽ അത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നില്ലേ എന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ ഓർത്തുകൊള്ളുക. 2 കൊരിന്ത്യൻസ് 4:4 പറയുന്നു, അവിശ്വാസികളായവരുടെ മനസ്സിനെ ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം യേശുക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല എന്ന് ബൈബിള് വ്യക്തമാക്കുകയാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മളുടെ മനസ്സിനെ സാത്താൻ അന്ധമാക്കിയിട്ടുണ്ടോ? നമ്മുടെ വിശ്വാസത്തെ പുറകോട്ട് പിടിക്കുവാൻ സാത്താൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഓർത്തുകൊള്ളുക, ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ ആദിമ മാതാപിതാക്കന്മാരായ ആദത്തെയും ഹവ്വയെയും ചതിച്ച സാത്താൻ എന്താണ് സംഭവിച്ചത്? ദൈവത്തെ അവിശ്വസിച്ചത് കൊണ്ടാണോ അവർക്ക് തെറ്റുപറ്റിയത്? ദൈവം പറഞ്ഞു, നിങ്ങൾ ഈ വൃക്ഷത്തിൻ്റെ കനി കഴിക്കുന്ന നാളിൽ മരിക്കും എന്ന് പറഞ്ഞു. എന്നാൽ സാത്താൻ പറഞ്ഞു, നിങ്ങളിത് കഴിച്ചാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞ് ഒരു കപട വാഗ്ദത്വം കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഇവിടെ എന്താണ് സംഭവിച്ചത്? ദൈവീകമായ തേജസ്സിൽ നിറഞ്ഞു നിന്നിരുന്ന ആദിമ മാതാപിതാക്കൾ എന്ത് സംഭവിച്ചു? അവരുടെ ആത്മീയമായ കണ്ണുകളെ അടച്ച് അവരുടെ ഭൗതികമായ കണ്ണുകളെ സാത്താൻ തുറക്കുകയാണ്. ആത്മീയ കണ്ണ് അടഞ്ഞുപോയി, ശാരീരികമായ കണ്ണ് തുറന്നു അവർ നഗ്നരാണ് എന്നവർക്ക് തിരിച്ചറിവുണ്ടാവുകയും അത്തീലകൾ കൊണ്ട് നാണം മറയ്ക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ ലോകത്തിലുള്ള പല സാധ്യതകളും സാഹചര്യങ്ങളും ഉപയോഗിച്ച് നമ്മളുടെ പാപത്തെ മറയ്ക്കുവാൻ ശ്രമിക്കുന്നത് പോലെ അബോർഷൻ ചെയ്തിട്ട് കുഞ്ഞുങ്ങളെ ദത്തെടുക്കുന്ന സാഹചര്യത്തിലേക്ക് കടന്നു പോകുന്ന ചില അത്തീലകളുടെ എല്ലാം ചില ചാരിറ്റി മേഖലകൾ നമ്മളെ അനുഗ്രഹിക്കുമെന്ന് കരുതുന്ന വിധത്തിൽ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, നമ്മുടെ വിശ്വാസത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകരുത്. ഇന്ന് സാത്താൻ മാനവരാശിയെ ഏറ്റവും കൂടുതൽ ചതിക്കുന്നത് അത് കുഴപ്പമില്ല, ഇതും കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു ആത്മീയ അന്ധതയിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. യഥാർത്ഥ സത്യം തിരിച്ചറിയാൻ സാധിക്കാതെ അന്ധരെ നയിക്കുന്നത് പോലെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ വിശ്വാസം ഒരു മൂല്യചോഷണം ഉണ്ടാകരുത് എന്ന് നമ്മൾ തിരിച്ചറിയുക. ഈ യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 35-ാമത്തെ വാക്യത്തിൽ ആ അന്ധന് കാഴ്ച പ്രാപിച്ച വ്യക്തിക്ക് യേശു ആരെന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. യേശു ആരെന്ന് അവൻ അറിഞ്ഞില്ല. യേശുക്രിസ്തു ചോദിക്കുന്നുണ്ട്, മനുഷ്യപുത്രനിൽ നീ വിശ്വസിക്കുന്നുവോ? അപ്പോൾ അടുത്ത ചോദ്യം അവൻ 9:36 യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് എന്താണ്? കർത്താവേ, ഞാൻ അവനിൽ വിശ്വസിക്കേണ്ടതിന് അവൻ ആരാണ്? ഞാൻ മനുഷ്യപുത്രനിൽ വിശ്വസിക്കേണ്ടതിന് അവൻ ആരാണ് എന്ന ചോദ്യം ഈ അന്ധനായ വ്യക്തി അല്ലെങ്കിൽ കാഴ്ച പ്രാപിച്ച വ്യക്തി യേശുക്രിസ്തുവിനോട് ചോദിക്കുകയാണ്. കാരണം അവൻ ആരാണെന്ന് തിരിച്ചറിയാതെ കടന്നുപോയി. വിശ്വാസമില്ലാത്ത ഒരു സാഹചര്യം. പക്ഷേ സൗഖ്യം കിട്ടിയ വ്യക്തി യേശുക്രിസ്തുവിനെ ആ നിമിഷം തിരിച്ചറിയുകയും വിശ്വാസം പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ്. ഈ ഒരുക്കത്തിൻ്റെ ദിവസങ്ങളിൽ നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ വിശ്വാസത്തിൽ യേശു ആരെന്ന് തിരിച്ചറിഞ്ഞ് യേശുക്രിസ്തുവിൻ്റെ ആ കരുണയ്ക്കും കൃപയ്ക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ആ അറിവ് നമ്മളെ അനുഗ്രഹത്തിലേക്ക് നയിക്കുകയും ചെയ്യുമെന്ന് തിരിച്ചറിയുക.
എന്ന് വെച്ചാൽ ആദിമ മാതാപിതാക്കന്മാരുടെ കണ്ണടച്ച സാത്താൻ നമ്മളുടെ കണ്ണുകളെയും അടപ്പിക്കും. ദൈവത്തെ കാണിച്ചു തരുന്ന വ്യാജ ദൈവത്തിൻ്റെ മുമ്പിൽ എത്തിക്കുവാൻ. അതായത് ദൈവമുണ്ട്, ഇതും ദൈവമാണ്, അതും ദൈവമാണെന്ന് പറയുന്ന വ്യാജ ദൈവ ആരാധനയുടെ സ്ഥലങ്ങളിലേക്ക്, ചില തട്ടിപ്പിൻ്റെ മേഖലകളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്ന വിധത്തിൽ സാത്താൻ നമ്മുടെ കണ്ണുകളെ അടയ്ക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, സാത്താൻ ആരെയെങ്കിലും നമ്മളെ ഒരു വിശ്വാസത്തിൽ നിന്നും മറ്റു അവിശ്വാസത്തിലേക്കോ അല്ലെങ്കിൽ മറ്റു ചില മേഖലകളിലേക്കോ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിൽ തിരിച്ചു വന്ന ഒരു സത്യത്തിന് വേണ്ടി നിലനിൽക്കുവാൻ പരിശുദ്ധാത്മാവ് വിളിക്കുകയാണ്. കാരണം സാത്താൻ്റെ പദ്ധതി യേശുക്രിസ്തുവിൽ നിന്ന് നമ്മളെ അകറ്റി, അവൻ്റെ മഹത്വത്തിൽ നിന്ന് നമ്മളെ അകറ്റി, അവൻ്റെ തേജസ്സിൽ നിന്നും നമ്മളെ അകറ്റി ഒരു അന്ധകാരത്തിലേക്ക് നമ്മളെ നയിക്കുക എന്നതാണ്. കാരണം പ്രഭാപൂർണനായ ദൂതൻ്റെ വേഷത്തിൽ പോലും സാത്താൻ വരുമെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊള്ളുക. സാവൂൾ എന്ന ചെറുപ്പക്കാരൻ്റെ ജീവിതം നമുക്കിവിടെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന സാഹചര്യമാണ്. മതപരമായ അല്ലെങ്കിൽ ആഴമേറിയ വിശ്വാസത്തിൻ്റെ തീഷ്ണതയിൽ ജീവിച്ചിരുന്ന വ്യക്തി, ഗമാലിയേലിൻ്റെ പാദങ്ങളിലിരുന്ന് വചനം പഠിച്ചിരുന്ന വ്യക്തി, ശക്തമായി വചനത്തെ ഹൃദയത്തിൽ അല്ലെങ്കിൽ ഏകദൈവ വിശ്വാസത്തെ ഹൃദയത്തിൽ ഏറ്റെടുത്തിരുന്ന വ്യക്തി. പക്ഷേ യേശുക്രിസ്തു ആരെന്ന് അറിയില്ലായിരുന്നു. സ്തേഫാനോസ് യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചപ്പോൾ സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുന്ന ഒരു സാഹചര്യത്തിൽ ആ സംഘത്തിൽ ചേർന്നിരുന്ന വ്യക്തിയായിരുന്നു സാവൂൾ എന്ന ചെറുപ്പക്കാരൻ. എന്നാൽ പിന്നീട് റോമൻ അധികാരികളിൽ നിന്ന് അധികാരപത്രവും, അതായത് ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുവാനുള്ള അധികാരപത്രവും മേടിച്ച് ഡമാസ്കസിലേക്ക് കടന്നു പോകുന്ന സമയത്ത് കുതിരപ്പുറത്തുനിന്നും താഴെ വീഴുന്ന സാവൂൾ ഒരു വലിയ പ്രകാശത്തെ കൂട്ടിമുട്ടി കുതിരപ്പുറത്തുനിന്നും സാവൂൾ താഴെ വീഴുകയാണ്. ആ വീണ് കിടക്കുന്ന സാവൂൾ ഒരു സ്വരം കേൾക്കുകയാണ്, സാവൂൾ സാവൂൾ, നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു? ഈ സമയം സ്പെസിഫൈ ചെയ്ത് ഒരു ചോദ്യം സാവൂളിൻ്റെ അധരത്തിൽ നിന്നും പുറത്തു വരികയാണ്, കർത്താവേ, അങ്ങ് ആരാണ്? ഈ സമയം അപ്പോസ്തലപ്രവൃത്തികൾ 9-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെ കാണാം, നീ പീഡിപ്പിക്കുന്ന നസ്രായനായ യേശുവാണ് ഞാനെന്ന മറുപടി. ഇവിടെ ദൈവത്തിൻ്റെ ജനമേ, ആ സമയത്ത് കുതിരപ്പുറത്തുനിന്നും താഴെ വീണ സാവൂള് എഴുന്നേൽക്കുകയാണ്. എഴുന്നേൽക്കുന്ന സാവൂളിൻ്റെ കണ്ണുകൾ തുറന്നിരുന്നുവെങ്കിലും അന്ധതയിലേക്ക് കടന്നുപോയതായി ബൈബിള് വ്യക്തമാക്കുകയാണ്. കാഴ്ച നഷ്ടപ്പെട്ടു പോയ സാവൂള് 3 ദിവസത്തെ അന്ധതയ്ക്ക് ശേഷം ദൈവത്താൽ നിയോഗിക്കപ്പെട്ട അനനിയാസ് കടന്നു വന്ന് പ്രാർത്ഥിച്ച് കാഴ്ച തിരിച്ചു കിട്ടുകയാണ്. നമ്മൾ അപ്പോസ്തലപ്രവൃത്തികൾ 9:15 വായിക്കുമ്പോൾ കർത്താവായ ദൈവം അനനിയാസിനോട് പറയുകയാണ്, നീ പോവുക, വിജാതീയരുടെ നടുവിൽ, രാജാക്കന്മാരുടെ നടുവിൽ, ഇസ്രായേൽ മക്കളുടെ നടുവിൽ എൻ്റെ നാമം വഹിക്കുവാൻ ഞാൻ തിരഞ്ഞെടുത്ത പാത്രമാണ് ഇവനെന്ന് പറഞ്ഞ് അനനിയാസിനെ സാവൂളിൻ്റെ അടുത്തേക്ക് അയച്ച് അനനിയാസ് തൊട്ട് പ്രാർത്ഥിച്ച് സാവൂളിന് കാഴ്ച തിരിച്ചു കിട്ടുകയാണ്. പിന്നീട് ചരിത്രത്തിൻ്റെ ഗതികളെ മാറ്റിമറിക്കുന്ന സെന്റ് പോൾ എന്ന ഒരു വലിയ അഭിഷിക്തനെ നമുക്ക് സാവൂൾ എന്ന ചെറുപ്പക്കാരൻ്റെ ട്രാൻസ്ഫർമേഷനിൽ കാണുവാൻ പറ്റി. കൂട്ടിമുട്ടണം യേശുക്രിസ്തുവിനെ, ഒരു എൻകൗണ്ടർ ഉണ്ടാകണം യേശുക്രിസ്തുവിനെ കൂട്ടിമുട്ടിക്കൊണ്ട്. അങ്ങനെയാണെങ്കിൽ വെള്ളം വീഞ്ഞാകുന്നത് പോലെ, അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുന്നത് പോലെ ഒരു പാപിയായ മനുഷ്യൻ യേശുക്രിസ്തുവിനെ അറിഞ്ഞ് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും കടന്നു പോകുവാനുള്ള ഒരു അഭിഷേകം പ്രാപിക്കും. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജന്മേ, പിന്നീട് ചരിത്രത്തിൻ്റെ ഗതികളെ മാറ്റിമറിച്ചുകൊണ്ട് സെന്റ് പോൾ അറേബ്യയിലും സകല സ്ഥലങ്ങളിലേക്കും തൻ്റെ സുവിശേഷ പ്രവർത്തനവുമായി കടന്നു പോവുകയാണ്. യേശുക്രിസ്തുവിനെ കുറിച്ച് സംസാരിക്കുകയാണ്. 14 ലേഖനങ്ങളിലൂടെ ചരിത്രത്തിൻ്റെ ഗതികളെ മാറ്റിമറിച്ച ഒരു പൗലോസ് അപ്പോസ്തലൻ്റെ ജീവിതം നമ്മുടെ ലൈഫിൽ ഒരു വലിയ മാതൃകയാണ്. അന്ധത മാറിയ സാവൂളിൻ്റെ ജീവിതം പിന്നീട് യേശുക്രിസ്തുവിന് വേണ്ടി മാറ്റിവെച്ചു. നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ഭോഷത്വമാണെന്നും രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കിത് ദൈവത്തിൻ്റെ ശക്തിയാണെന്നും വിളിച്ചു പറഞ്ഞ സെന്റ് പോൾ യഹൂദർക്ക് ഇടർച്ചയും വിജാതിയർക്ക് ഭോഷത്വവുമായ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. ഹല്ലേലൂയ. വീണ്ടും ഇങ്ങനെ പറഞ്ഞു, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ മറ്റൊന്നും എനിക്ക് അറിയേണ്ടതില്ല എന്ന് പറഞ്ഞു. ഒരു വിശ്വാസം സാവൂളിൻ്റെ ജീവിതത്തിൽ ക്രമാതീതമായി വർദ്ധിച്ച് സാവൂളിൻ്റെ ലൈഫിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ലോകത്തിലുള്ള എല്ലാ ജ്ഞാനത്തെക്കാളും വിലയേറിയ ജ്ഞാനം എൻ്റെ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനമാണ്. ഫിലിപ്പ് ലേഖനം 3:8 ഇങ്ങനെ പറഞ്ഞു വെച്ചു, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം വിലയേറിയതാകിയാൽ എൻ്റെ സകലതിനെയും ഞാൻ ചപ്പെന്നും ചവറെന്നും ഉച്ചിഷ്ടം പോലെയും കരുതി മാറ്റിവെച്ച് എൻ്റെ മുന്നിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ ഓടുകയാണ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, വിശ്വാസം ആ മനുഷ്യൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച് നിത്യതയോടുള്ള ആ ഒരു ബന്ധത്തെ മനസ്സിലാക്കി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സുവിശേഷം പറയുവാൻ
പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ച് സാവൂള് സെൻബോളായി മാറി ചരിത്രം മാറ്റിമറിച്ചതുപോലെ നിങ്ങളെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിളിക്കുകയാണ്. അതുകൊണ്ട് എന്താ പറയുന്നത്, ഈ ഒരു സമയം യേശു പറഞ്ഞില്ലേ, ഞാൻ പോകുന്നത് നല്ലതാണ്, ഞാൻ പോയാൽ നിങ്ങൾക്കൊരു സഹായകനെ ഞാൻ നൽകും. സഹായകനായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വരുന്ന ഒരു വലിയ അഭിഷേകത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ ഒരുക്കമുള്ളവരായി നമുക്കിരിക്കാം. അന്ധത മാറണം, ആത്മീയ അന്ധത മാറണം. യേശുക്രിസ്തു ദൈവമാണെന്ന് തിരിച്ചറിയണം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ആ സഹായകനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു ആത്മീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ വിളിക്കുകയാണ്. ആ വിളിക്ക് നമ്മൾ എന്താ പറയുക, ഹൃദയം തുറന്നു കൊടുത്താൽ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ കടന്നു വരും. കാരണം ബൈബിള് പറയുന്നു, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നീ ശക്തി പ്രാപിക്കും. ഇന്ന് നമുക്ക് ആ ശക്തിയിലേക്ക് തിരിച്ചു വരാൻ ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ നമ്മൾ പ്രഖ്യാപിക്കണം. അടിയുറച്ച് ക്രിസ്തുവിൽ വിശ്വസിക്കണം. കാരണം യേശു ക്രിസ്തു അല്ലാതെ മറ്റൊരു സത്യദൈവമില്ല. യേശു ക്രിസ്തു അല്ലാതെ ജീവിക്കുന്ന മറ്റൊരു ദൈവമില്ല. അവനിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകത്തുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഈ ഒരുക്കത്തിൻ്റെ സമയത്ത് നമ്മുടെ വിശ്വാസത്തെ നമുക്ക് ഉറപ്പിക്കാം. വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നും വരുന്നുവെങ്കിൽ നമ്മൾ കാഴ്ചയാലല്ല, നമ്മൾ വിശ്വാസത്താൽ ഈ ലോകത്തെ കീഴടക്കും. യേശു ക്രിസ്തുവിൻ്റെ ജീവനുള്ള നാമത്തിൽ നമ്മൾ ഈ ലോകത്തെ കീഴടക്കും. പരിശുദ്ധാത്മാവിൽ നമ്മൾ നിറയും. ഈ ഒരു ദിവസങ്ങൾ ഒരുക്കത്തോടു കൂടിയിരിക്കാം. സ്നേഹത്തെക്കുറിച്ച് നമ്മൾ കണ്ടു. സ്നേഹമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനമെങ്കിൽ വിശ്വാസത്തോടു കൂടി മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. യേശുക്രിസ്തുവിനെ സ്നേഹിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ബലപ്പെടുത്തട്ടെ. ജീവിക്കുന്ന ദൈവത്തിൻ്റെ കൃപയോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.